ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് അമൃതം പൊടി കൊണ്ട് ഒരു കുക്കീസ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിനായിട്ട് കുറച്ച് അൺസാൾട്ടഡ് ബട്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബട്ടർ നമുക്ക് വിസ്ക് വെച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാമേ. കട്ടയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഒരു 1/2 കപ്പ് പഞ്ചസാര ഞാനിവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ 1/4 കപ്പ് പഞ്ചസാരയോളം പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ അതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണം കേട്ടോ. മുട്ട നമ്മൾ എപ്പോൾ എടുത്താലും ഒരു ചെറിയ ബൗളിലെല്ലാം പൊട്ടിച്ചൊഴിച്ചിട്ട് വേണം നോക്കി എടുക്കാൻ കേട്ടോ. അപ്പോൾ ചീത്തയായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്കറിയാൻ പറ്റുമല്ലോ. എന്നിട്ട് നമ്മൾ വിസ്ക് വെച്ച് പിന്നെയും ഒന്നും കൂടെ അത് മിക്സ് ചെയ്ത് നന്നായിട്ട് പഞ്ചസാരയൊക്കെ അതിലോട്ട് അലിയുന്ന രീതിയിലാക്കിയെടുക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അമൃതം പൊടി കഴിക്കാത്ത മക്കൾക്കൊക്കെ ഇത് നമുക്ക് ചെയ്ത് കൊടുക്കാം, നല്ലതാട്ടോ. നന്നായിട്ടൊന്നത് അടിച്ചെടുക്കാം. അപ്പോൾ ആ പഞ്ചസാര തരികളൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ടാവും. ഇത് കുറച്ച് വാനില എസൻസ് കൂടെ ഒഴിച്ച് കൊടുക്കാമേ. കുഞ്ഞ് ഒരടപ്പിൽ കൊള്ളുന്ന അത്രയും തന്നെ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 1 കപ്പ് അമൃതം പൊടിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമുക്ക് ആവശ്യത്തിനുള്ളത് എടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അത് കൈ കൊടുത്ത് കുഴച്ച് നല്ലൊരു പരുവത്തിലാക്കി എടുത്തതിന് ശേഷം ഞാൻ ചോക്കോ ചിപ്സ് ഇല്ലാത്തത് കൊണ്ട് കുറച്ച് ഡാർക്ക് കോമ്പൗണ്ടാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അത് പൊടിച്ച് അതിൽ കൂടെ ചേർത്ത് കൊടുത്തു. വേണമെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം അത് നന്നായിട്ടൊന്ന് ഒക്കെ എടുത്തതിന് ശേഷം ഇത് ഞാനൊരു ബിസ്ക്കറ്റ് എന്തോ വാങ്ങിയപ്പോൾ കിട്ടിയൊരു മോൾഡാണ്. അപ്പോൾ അതിലോട്ട് വെച്ചെടുക്കാമെന്ന് കരുതി എടുത്തു. ഇത് ട്രൈ കേട്ടോ. അതിൽ നമ്മൾ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നേരത്തെ എടുത്ത ഒരു ഇതുണ്ടല്ലോ, അതിലോട്ട് നമ്മുടെ ഡവ് എല്ലാം ഫിക്സ് ചെയ്ത് വെച്ചു. എന്നിട്ട് അപ്പോഴും ഞാൻ ചെയ്തപ്പോൾ ഒരു 10 എണ്ണം കിട്ടിയിട്ടാ. അപ്പോൾ പിന്നെ അടുത്തൊരു സെറ്റ് കൂടെ ഞാൻ ചെയ്തതാണ്. അതുപോലെ അല്ലാതെ നമ്മളെ ഫോർക്ക് വെച്ചിട്ട് 2 കൈയിലും വെച്ച് പ്രസ് ചെയ്തതിന് ശേഷം ഫോർക്ക് വെച്ചൊന്ന് വരച്ചു കൊടുത്താൽ മതി. അങ്ങനെ എടുത്തതാണ്. ഇത് കുറച്ചും കൂടെ വേണമായിരുന്നു. അപ്പോൾ ഒറ്റ സെറ്റിൽ തന്നെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് കുറച്ചും കൂടെ ഞാൻ എടുത്തു. അങ്ങനെ 2 പ്രാവശ്യമായിട്ട് മാവൊക്കെ എടുത്തതാണ്. നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഓവനിലോട്ട് വെച്ച് കൊടുക്കാം. 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20 മിനിറ്റ് നമ്മൾ ബേക്ക് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ കുക്കീസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈവനിങ് സ്നാക്കായിട്ട് കുട്ടികളൊക്കെ വരുമ്പോൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് നമുക്ക് കൊടുക്കാം. നല്ല ക്രിസ്പി ആയി തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഇഷ്ടത്തിനുള്ള ഷേപ്പ് നമുക്ക് ചെയ്യാം. പിന്നെ ഞാനിങ്ങനെ ഒന്ന് ചെയ്തേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ പുതിയ വീഡിയോസുമായിട്ട് ഇനി വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. എല്ലാവരുടെയും സപ്പോർട്ടും നമുക്ക് ആവശ്യമാണ് കേട്ടോ. അപ്പോൾ വീഡിയോസ് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒത്തിരി വീഡിയോസൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്, കണ്ടു നോക്കുക. അത് നോക്കൂ, ഇതിൻ്റെ അകഭാഗമൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. ചോക്ലേറ്റൊക്കെ നല്ലതായിട്ടിരിക്കുന്നുണ്ടല്ലോ. മാവൊക്കെ നല്ല ഇതായി. പിന്നെ നമ്മളിപ്പോൾ രാവിലെ ഞാൻ ചെയ്ത് വെച്ചതാണ്. വൈകിട്ട് കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൊടുക്കാനായിട്ട് ചെയ്തതായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.